നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനെന്താ കേക്ക് ഇങ്ങനെ മാക്കം കഴിക്കുന്നതെന്നുള്ളത്. ഒന്നെങ്കിൽ വല്ല കേക്ക് കട്ടിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻസോ ആയിരിക്കുമല്ലോ. യെസ് ഗൈസ്, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് പോകുന്നത്. അമ്മേൻ്റെ ചേച്ചിൻ്റെ മോളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോകുന്നത്. ഐഷ ചെറിയ ബിസി ആയതുകൊണ്ട് നമ്മൾ 3 പേരും പോയി. ഇതാണ് നമ്മുടെ കുഞ്ഞട്ടോ, ബർത്ത്ഡേ ഗേള്. ആൾക്ക് 1 വയസ്സായി ഗൈസ്. 1 ഇയർ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ 3 പേരും ഡ്രസ് കോഡായിരുന്നു. ഈ ഒരു പിങ്ക് ഡ്രസ്സിലായിരുന്നു അവർ ഡ്രസ് കോഡ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സെയിം ഡെക്കറേഷൻ ആയിരുന്നു സ്റ്റേജിനും കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ 1-ാം മാസം മുതൽ ഒരു 1 ഇയർ വരെയുള്ള ആ ഒരു വളർച്ചേൻ്റെ ആ ഒരു ഘട്ടം സത്യം പറഞ്ഞാൽ ഇതേപോലെ ഫോട്ടോസൊക്കെ ആയിട്ട് സ്റ്റേജിൽ ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവർ കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ കട്ട വെയിറ്റിങ്ങിനായിരുന്നു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. മെയിൻ കേക്ക് കട്ടിങ് ആണല്ലോ ബർത്ത്ഡേൻ്റെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഭരത്തേട്ടൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കയറി കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൈ എടുത്തപ്പോൾ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി കഴിച്ചു. ഇതെന്തുവാ ഇത് പെട്ടെന്നൊരു കയ്യടി എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഇതാ അവർ നമ്മളൊക്കെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേക്ക് കട്ടിങ് സമയത്തൊക്കെ. പിന്നെ ഇതാ നേരെ നമ്മുടെ കീർത്തേച്ചീൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചി ഫാമിലി എല്ലാവരും കൂടെ കയറി കേക്ക് കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കട്ട് ചെയ്ത കേക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്കാണ് നേരത്തെ ഞാൻ മാക്കം കഴിക്കുന്നത് നിങ്ങൾ കണ്ടത്. പിന്നെ ടേസ്റ്റ് നോക്കാനാന്ന് പറഞ്ഞിട്ട് അമ്മയും മക്കളും കൂടെ പോയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കേക്കൊക്കെ എടുത്ത് കഴിക്കണ്ടേ. ഈ ടേസ്റ്റ് നോക്കൽ കണ്ടിട്ട് ഇതിപ്പോൾ തീരുന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം. പിന്നെ നമ്മൾ അമ്മമ്മൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. സോ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ട്രിപ്പിലൊന്നും ആരും ഇരിക്കുന്നില്ല ഗൈസ്, ഫുള്ള് സ്ഥലം കാലിയായിരുന്നു. അങ്ങനെ നമ്മൾ കയറി ഇരുന്ന് അങ്ങനെ അച്ചാറും തൈര് അങ്ങനത്തെ ഐറ്റംസൊക്കെ പറഞ്ഞു. പിന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ ആ ചൂടൊന്നും അറിഞ്ഞില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മളും കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെയാണ് നമ്മുടെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ വന്നത്. അവന് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ബലൂൺ പോയി എടുക്കാൻ പോയി വരുന്ന അമ്മ ഉമ്മ തരാണ്ട് ബലൂൺ തരൂല എന്നൊക്കെ പറഞ്ഞ് പാവം ചെക്കനെ കൊണ്ട് ഉമ്മയൊക്കെ കൊടുപ്പിച്ച് ബലൂൺ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആൻറ്റീനെയും സഞ്ജുവിനെയും ഒക്കെ കണ്ട് നമ്മൾ അവരോടും കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ഇതാ സെക്കൻഡ് ട്രിപ്പും തേർഡ് ട്രിപ്പൊക്കെ എല്ലാവരും ഇരുന്ന് തുടങ്ങി കേട്ടോ. ഫുള്ള് കഥ പറച്ചിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിതാ എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് റാണിയൻ്റെ വീഡിയോ ഞാൻ എടുത്തത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾ ഓടുകയാണ്, അയ്യോ എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തായാലും ഇടുന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ബായ് ഒക്കെ പറഞ്ഞ് നേരെ പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ് ഗൈസ്.